അപ്പോൾ നമ്മളിന്നുള്ളത് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇവിടെ നമുക്ക് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാം. ഇത് സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, ഈ മൊത്തത്തിലുള്ള ഏരിയ. ഇവിടെ നമുക്ക് വത്തിക്കാൻ ഒബീലിസ്ക് കാണാം. ഈ വത്തിക്കാൻ ഒബീലിസ്ക് നിന്ന് തന്നെ തുടങ്ങാം. ഒരുപാട് കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ. 13th സെഞ്ച്വറി BCE ഇത് അലക്സാണ്ട്രിയയിൽ നിന്നിരുന്നതാണ്. 40 മീറ്ററോളം വരും ഈ ഒബീലിസ്കിൻ്റെ മൊത്തത്തിലുള്ള നീളം. ഇതിൻ്റെ ഒരു ബേസ് ഉണ്ട്, മേളിലൊരു കുരിശുണ്ട്. അപ്പോൾ അതൊഴികെ ബാക്കിയുള്ള ആ റെഡ് ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ആ ഒബീലിസ്ക് മാത്രമായിട്ട് ഏകദേശം 20 മീറ്ററോളം ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കാണാം, ആ ബേസിനോട് ചേർന്നിട്ട് 4 സിംഹങ്ങളുടെ സ്കൾപ്ചേഴ്സ് കാണാം, മുകളിലൊരു കുരിശ്. ഓക്കെ, ഈ സ്ക്വയർ ആദ്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം രൂപപ്പെടുത്തിയെടുത്ത കലികുളയാണ്. കാരണം കലികുളയ്ക്ക് ഈ ചാരിയറ്റ് റേസിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായിരുന്നുകൊണ്ട് അതിനാണ് ഈ ഏരിയ ഇങ്ങനെ രൂപപ്പെടുത്തിയത്. പക്ഷേ അത് പ്രൈവറ്റ് ആയിരുന്നു. പിന്നീട് നീറോ ആണ് അത് പബ്ലിക്കാക്കി കൊടുക്കുന്നത്, ഈ ഒരു സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് ഇതിന് സർക്കസ് ഓഫ് നീറോ എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അണ്ടറിൽ ക്രിസ്ത്യൻസിനെ പെർസിക്യൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. ഒരുപാട് ആൾക്കാരെ ഇവിടെ കുന്തത്തിൽ തറച്ചും ഒക്കെ കൊന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മാർട്ടിയർഡം നടന്ന സ്ഥലമാണ് ഇവിടെ. അതിൽ പ്രധാനപ്പെട്ടത് തീർച്ചയായും സെയിൻറ്റ് പീറ്റർ തന്നെയായിരുന്നു. സെയിൻറ്റ് പീറ്ററിൻ്റെ മാർട്ടിയർഡം നടന്നത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ചരിത്രപ്രസിദ്ധമായ ഒരു സ്തൂപമാണ് നമ്മളിവിടെ കാണുന്നത്, ഒബീലിസ്ക്. ഇതിനോട് ചേർന്നുള്ള ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ വളരെ പ്രസിദ്ധമാണ്. AD 64 നീറോയുടെ ഭരണകാലത്ത് ഇവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായി. ഈ ഭാഗത്തു നിന്നും ക്രമേണ റോം നഗരത്തിലേക്ക് തീ പടർന്നു പിടിച്ചു. നീറോയുടെ ഭരണത്തിൽ ഓൾറെഡി അസംതൃപ്തരായിരുന്ന പ്രജകളെല്ലാം നീറോയുടെ കൊട്ടാരത്തിലേക്ക് പ്രക്ഷോഭവുമായി ചേർന്നു. നീറോയുടെ അനുചരന്മാർ തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്നായിരുന്നു പലരും വിശ്വസിച്ചത്. നീറോയുടെ മുമ്പിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് സെയിൻറ്റ് പോളിൻ്റെയും സെയിൻറ്റ് പീറ്ററിൻ്റെയും പ്രവർത്തന ഫലമായി റോമിൽ കുറേ ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. മറ്റു റോമക്കാർ ഈ ആദ്യകാല ക്രിസ്ത്യാനികളെ വെറുത്തിരുന്നു എന്നുള്ളതാണ് സത്യം. ക്രിസ്ത്യാനികളാണ് അഗ്നിബാധയ്ക്ക് പുറകിൽ പ്രവർത്തിച്ചതെന്ന് നീറോ ആരോപിച്ചു. അങ്ങനെ അന്നു മുതൽ റോമിൽ ഏകദേശം 250 വർഷങ്ങളോളം ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടു. സെയിൻറ്റ് പോൾ ഒരു റോമൻ പൗരനായിരുന്നതിനാൽ അദ്ദേഹത്തെ ക്രൂശിച്ചില്ല, പക്ഷേ ബിഹഡ് ചെയ്യുകയായിരുന്നു. സെയിൻറ്റ് പീറ്ററിനെ ഇവിടെ ഈ ഒബീലിസ്കിനരികെ തലകീഴായിട്ട് ക്രൂശിച്ചു. മറ്റു പലർക്കും അതുതന്നെയായിരുന്നു വിധി. പക്ഷേ കാലം മാറിയപ്പോൾ കഥ മാറി. 300 വർഷങ്ങൾക്ക് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം അംഗീകരിച്ചു. ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി നടത്തിയ ഈ ഇടത്ത് ആദ്യത്തെ വത്തിക്കാൻ ബസിലിക്ക സ്ഥാപിതമായി. AD 1600-കളിൽ അത് ഇന്നത്തെ നിലയ്ക്ക് പുതുക്കി പണിയുകയും ചെയ്തു. രാവിലെ 9 മണിക്ക് വരുമ്പോൾ പോലും അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ക്യൂവിൽ നിൽക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനായി മാത്രം. എന്നാൽ വത്തിക്കാൻ മ്യൂസിയവുമൊക്കെ മറ്റൊരു ഭാഗത്താണ്. ഇറ്റലിയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ടൂറിസ്റ്റായി വരുന്നവരൊക്കെ വത്തിക്കാനിൽ വരാതെ പോയില്ല. ഈ വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പാലിറ്റിയാണ്, ഇറ്റലിയുടെ ഭാഗമല്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ റോമിൻ്റെ ഭാഗമല്ല. ഇത് പോപ്പിൻ്റെ അധീനതയിലുള്ള പ്രദേശമാണ്. തീർച്ചയായും പോപ്പാണ് ഇവിടുത്തെ ഭരണാധികാരി. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനി അവിടെ ആ വാതിലിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പ്രവേശിക്കാം. 1626 അലക്സാണ്ടർ 7 പോപ്പിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ പണി തീരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഈ ബിൽഡിങ്ങിൽ ഉടനീളം പല ഭാഗത്തും നമുക്ക് കാണാനും സാധിക്കും. എന്തായാലും സെയിൻറ്റ് പീറ്ററിൻ്റെ ടൂംബ് ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഈ ബസിലിക്കയെ ഏറ്റവും പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നത്. അവിടെ മണിനാഥമൊക്കെ കേൾക്കാൻ തുടങ്ങി. നമുക്ക് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് ഉള്ളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ പെട്ടെന്നൊന്ന് കാണാം. വരും. ഇതിൻ്റെ ഈ കോളംസും ഒക്കെ കണ്ടില്ലേ, റെനേസൻസ് പീരീഡിലുള്ള ഒരു നിർമ്മിതിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മനോഹാരിത ഇതിന് അവകാശപ്പെടാനുണ്ട്. അതുപോലെ ഇത് ഡിസൈൻ ചെയ്തത് പ്രശസ്തരായ മൈക്കലാഞ്ചലോയും ബെർണിനിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ രൂപഭംഗിയും അവകാശപ്പെടാനുണ്ടെന്നുള്ളതാണ്. ഭീമാകാരമായ കോളംസാണ്. അതിൻ്റെ അടുത്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എൻട്രൻസ് ആ ഭാഗത്താണ്.
നമുക്ക് ആ ഭാഗത്തേക്ക് നടക്കാം. ബസലിക്കയുടെ സാക്രമെൻറ്റോ വാതിലൂടെ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒരു അതുല്യമായ ദൃശ്യലോകമാണ് നമ്മളെ വരവേൽക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും വലിയ മാർബിൾ തൂണുകൾ. റൂഫിലേക്ക് നോക്കിയാൽ കണ്ണെടുക്കാൻ പറ്റുകയില്ലെന്നുള്ളതാണ്. സ്വർണം പൂശിയ മനോഹരമായ ആർട്ട് വർക്കുകൾ. ഒറ്റ നോട്ടത്തിൽ നമ്മളെ ഓവർവെൽം ചെയ്യുന്ന ഒരു സെൻസ് ഓഫ് ഗ്രാൻഡിയർ ആണ് ശരിക്കും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എൻട്രൻസ് ഭാഗത്ത് തന്നെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ പ്രശസ്തമായ മൈക്കലാഞ്ചലോയുടെ പിയറ്റ എന്ന മാർബിളിൽ കൊത്തിയെടുത്ത മാതൃസ്നേഹത്തിൻ്റെ അപാരമായ ദൃശ്യഭാവം നമുക്ക് കാണാം. 1972 ഒരു മനോരോഗി ഈ സ്കൾപ്ചർ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചത്തിനുള്ളിലാണ് വേൾഡിലെ ദി മോസ്റ്റ് വെൽ പ്രൊട്ടക്റ്റഡ് എന്ന് പറയാവുന്ന ഈ ശില്പം. സെൻട്രൽ നേവേറിയയിൽ ഒരുപാട് ശില്പങ്ങളുണ്ടെങ്കിലും ബസലിക്കയുടെ പ്രധാന അൾത്താരയ്ക്ക് സമീപമുള്ള കൂറ്റൻ തൂണിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ ഈ ശില്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാർബിൾ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന രൂപത്തിൽ ബ്രോൺസിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു ശില്പമാണിത്. ഇടത് കൈയിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണാം. വലത് കൈ വിശ്വാസികളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബസലിക്കയിലെ പ്രധാന അൾത്താരയ്ക്ക് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഈ വലിയ ബ്രോൺസ് കാനോപ്പി, ഇത് അറിയപ്പെടുന്നത് സെയിൻറ്റ് പീറ്റേഴ്സ് ബൾഡാച്ചിൻ എന്നാണ്. പ്രധാന ഹാളിൻ്റെ മധ്യത്തിലാണ് ഏകദേശമായി ഈ ബസലിക്കയുടെ വലിയ ഡോമിൻ്റെ നേരെ താഴെയായിട്ട് ജിയാൻ ലോറൻസോ ബെർണീനി രൂപകൽപ്പന ചെയ്തതാണ് ഈ നിർമ്മിതി. ഈ ബൾഡാച്ചിൻ്റെ നേരെ താഴെയാണ് വിശുദ്ധ പത്രോസിൻ്റെ കല്ലറയുടെ സ്ഥാനം. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ചിത്രീകരിച്ചാലും തീരാത്തത്ര കാഴ്ചകളാണ് ഈ വിശാലമായ ദേവാലയം കാഴ്ചവെക്കുന്നത്. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും സ്കൾപ്ചേഴ്സും ആർട്ട് വർക്കുകളും കൊണ്ട് വിശാലമായ ഒരിടം. ഓരോ ഭാഗത്തെയുമുള്ള മകുടങ്ങൾ നോക്കുക, അതിനുള്ളിലെ ഫ്രസ്കോസും പെയിൻറ്റിങ്സുകളും ഒക്കെ കാണുക. അതിബൃഹത്തായ ഒരു ദേവാലയം. ഇതൊക്കെ ആർക്കിടെക്ചറിൻ്റെയൊക്കെ കാര്യത്തിൽ ഒരു വിസ്മയം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. റെനൈസൻസ് കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ആ വൈഭവം എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കൾപ്ചേഴ്സും അവരുടെയൊക്കെ നിതാന്തമായ പരിശ്രമവും ഡെഡിക്കേഷനും ഒക്കെയാണ് ഈ ദേവാലയത്തെ ഇങ്ങനെ മനോഹരമാക്കി തീർത്തത്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ കാഴ്ചകൾ ഒരുപാടാണ്. ഈ ബസലിക്ക പോലെ തന്നെ വിശാലമാണ്. എവിടെ നോക്കിയാലും മനോഹരമായ പെയിൻറ്റിങ്ങുകളും ഫ്രസ്കോസും സ്കൾപ്ചേഴ്സും ഒക്കെ കൊണ്ട് അതിവിപുലമായ ഒരു ദേവാലയമാണിത്. അപ്പോൾ എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാം. പക്ഷേ എത്ര കണ്ടാലും തീരാത്തത് കൊണ്ട് തൽക്കാലം ബസലിക്കയിലെ കാഴ്ചകളോട് വിട പറയുകയാണ്. ഇനി നമുക്ക് വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ പോരാ. ഇപ്പോൾ വത്തിക്കാൻ മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഇവിടെ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കാഴ്ചകളിലേക്ക് ഡയറക്റ്റായി പോവാം. വത്തിക്കാൻ മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. വത്തിക്കാൻ മ്യൂസിയത്തെപ്പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട്. 16-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെയുള്ള പോപ്പുമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് ആർട്ട് അതുപോലെ മൂല്യമുള്ള വസ്തുക്കളൊക്കെ കളക്ട് ചെയ്ത് ഒരു മ്യൂസിയം ഉണ്ടാക്കി. അപ്പോൾ അന്ന് മുതൽ കലാപരമായിട്ടുള്ളതും ഇൻഫർമേറ്റീവായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് ഒരു സാധ്യത തുറന്നു. അതാണ് വത്തിക്കാൻ മ്യൂസിയം. അപ്പോൾ ആദ്യം തന്നെ ഈ മ്യൂസിയത്തിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോർട്ട്യാർഡുണ്ട്. ഈ കോർട്ട്യാർഡിൽ നിന്ന് നമുക്ക് സെയിൻറ്റ് പീറ്റർ ബസലിക്കയുടെ ഡോം, മൈക്കലാഞ്ചലോ ഡിസൈൻ ചെയ്ത
ആ ഡോം വളരെ മനോഹരമായി ഇവിടെ നിന്ന് കാണാം. അപ്പോൾ ഈ ഭാഗത്ത് കാണുന്ന ഗാർഡൻ, ഇത് വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ഒക്കെ ഭാഗമായുള്ള വത്തിക്കാൻ ഗാർഡനാണ്. ഈ ഭാഗങ്ങളെല്ലാം പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. മനോഹരമായ വള്ളിച്ചെടികളും ഒക്കെയായിട്ട് ആ ഭാഗങ്ങളിൽ മരങ്ങളും ഒക്കെ പിടിപ്പിച്ച് വളരെ മനോഹരമാണ് ഈ ഭാഗങ്ങളുടെ കാഴ്ച. അപ്പോൾ ഈ പൈൻകോണിൻ്റെ മുമ്പിലുള്ള ഈ 2 പീക്കോക്സ്, അത് ഒറിജിനലി ഇവിടെ ഉണ്ടായിരുന്നതല്ല, അത് ഒരു റിപ്ലിക്ക ഇവിടെ പിന്നീട് ചേർത്തിരിക്കുന്നതാണ്. ഇവിടെ മനോഹരമായൊരു ഫൗണ്ടനൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ കോർട്ട്യാർഡിൽ മനോഹരമായ ഒരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്. സ്ഫിയർ വിതിൻ സ്ഫിയർ. 1990-കളിലാണ് ഇതിവിടെ സ്ഥാപിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ മ്യൂസിയത്തിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു സ്കൾപ്ചറാണ് മൈക്കലാഞ്ചലോയെ തൻ്റെ ഡേവിഡ് എന്ന ആ സ്കൾപ്ചർ ഉണ്ടാക്കാൻ ഇൻസ്പയർ ചെയ്തത്. അപ്പോൾ ഈ ഭാഗമൊക്കെ നമുക്ക് ഏൻഷ്യൻറ്റ് ഗ്രീക്ക് റോമൻ സ്കൾപ്ചേഴ്സിൻ്റെ കളക്ഷനാണ് നമുക്ക് കാണുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്രീക്ക് കളക്ഷൻസ് അല്ലെങ്കിൽ ഗ്രീക്ക് സ്കൾപ്ചേഴ്സ് ഒക്കെയും പിന്നീട് റോമൻസ് കോപ്പി ചെയ്യുമായിരുന്നു. പക്ഷേ റോമൻസ് കോപ്പി ചെയ്തപ്പോൾ ഈ സ്കൾപ്ചേഴ്സിൻ്റെ എല്ലാം മുഖഭാവങ്ങളൊക്കെ വളരെ വ്യക്തമായി റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചു എന്ന് നമുക്ക് കാണാം. കണ്ടില്ലേ, മുഖഭാവങ്ങളും ഫീലിങ്ങും ഒക്കെ. പക്ഷേ ഗ്രീക്ക് സ്കൾപ്ചേഴ്സ് അങ്ങനെ ഒരു റിയലിസ്റ്റിക്കായിട്ടുള്ള സ്കൾപ്ചേഴ്സ് ആയിരുന്നില്ല. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഏൻഷ്യൻറ്റ് ഗ്രീക്ക് റോമൻ കളക്ഷൻസാണ്. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ പോപ്പിൻ്റെ വസതിയായിരുന്നു. അപ്പോൾ പോപ്പ് ഈ ഭാഗത്തൊക്കെ നിന്ന് റോമിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ നമ്മൾ ഫൗണ്ടൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ഫൗണ്ടൻ. ഇതൊരു ഒക്ടാഗണൽ ഷേപ്പിലുള്ള കോർട്ട്യാർഡാണ്. മാർബിളിൽ തീർത്ത ആനിമൽസിൻ്റെ സ്കൾപ്ചേഴ്സാണ് ഈ ഭാഗങ്ങളിലൊക്കെ. $2000 അത്രയ്ക്കൊക്കെ പഴക്കമുള്ള സ്കൾപ്ചേഴ്സാണ് ഇവയൊക്കെ. ഇതൊരു പുരാതനമായ പേർഷ്യൻ സ്കൾപ്ചറാണ്. Wow. 1900 years ഓൾഡായിട്ടുള്ള ഒരു സ്കൾപ്ചറാണ് ഇത്. ഒരു ലോബ്സ്റ്ററിൻ്റെ സ്കൾപ്ചർ. ഇത് വളരെ പഴക്കമുള്ള മൊസൈക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. റോമൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മൊസൈക്ക് വർക്കുകൾ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് മാർബിളിൽ തീർത്ത സിംഹം. ഇവിടെ ഇത് മ്യൂസിക്കിൻ്റെ റൂമായിട്ടാണ് ഇത് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സംഗീത ഉപകരണങ്ങളുമായി നിൽക്കുന്ന വനിതകളുടെയൊക്കെ സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാം. ഈ ഭാഗം ഏകദേശം 200 വർഷം മുമ്പ് പെയിൻറ്റ് ചെയ്തതാണ് ഈ ഡോം. ഇത് പുരാതനമായ റോമൻ ബാത്തിൽ ഉണ്ടായിരുന്ന മൊസൈക്ക് വർക്കാണ്. ഇതവിടെ നിന്ന് അതിമനോഹരമായി റിമൂവ് ചെയ്ത് ഇവിടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. 60% ഒറിജിനൽ തന്നെയാണ്, എന്നാൽ 40%ഓളം പിന്നീട് ആഡ് ചെയ്തതുകൊണ്ട്. ഇത് റോമൻ ബാത്തിൽ ഉണ്ടായിരുന്ന മൊസൈക്ക് വർക്കുകളാണ്. ഈ ഒരു വലിയ മാർബിൾ
പാത്രം ഇത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈജിപ്തിലെ പഴയ എംപറേഴ്സ് യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് സ്പെഷ്യലായിട്ടുള്ള മാർബിളിൽ തീർത്ത ഒരു കോഫിനാണ്. ഇത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മകളെ അടക്കിയിരുന്നതാണ് ഈ കോഫിനിൽ. മറുഭാഗത്തായിട്ട് നമുക്കൊരു കോഫിനും കൂടെ കാണാം. ഈ കോഫിനിലാണ് കോൺസ്റ്റന്റൈൻ്റെ മദർ സെയിൻറ്റ് ഹെലനയെ അടക്കിയിരുന്നത്. ഈ മാർബിളിൽ തീർത്ത ഇതിലായിരുന്നു പണ്ട് ക്യാൻഡിൽസ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഏരിയയ്ക്ക് പറഞ്ഞ കാൻഡലാബ്ര എന്നാണ് പറയുന്നത് ഈ ഏരിയ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഈ ലിഡ് വെച്ച് അടച്ചിരിക്കുന്ന ഈ മാർബിൾ പാത്രങ്ങൾ, ഇതൊക്കെ ക്രിമേറ്റ് ചെയ്യപ്പെട്ട ഉന്നതരായ വ്യക്തികളുടെ ആഷസ് സൂക്ഷിച്ചിരുന്നതായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോപ്പിൻ്റെ അധികാര ചിഹ്നമാണ്, എംബ്ലം. അതല്ലേ, 2 കീസ്, അവിടെ കിരീടം ഒക്കെയായിട്ട്. ഇത് പോപ്പ് ലിയോയുടേതാണ് ഈ എംബ്ലം, ലിയോ ദ 13th. അപ്പോൾ ഈ മുറിയിൽ നമ്മൾ കാണുന്നത് പ്രശസ്തനായ റഫേലിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. സ്കൂൾ ഓഫ് ഏതൻസ് എന്നാണ് ഈ പെയിൻറ്റിങ്ങുകൾ കളക്ഷനായി അറിയപ്പെടുന്നത്. ഇത് 600 വർഷങ്ങൾക്ക് മുമ്പ് പോപ്പിൻ്റെ ലൈബ്രറി ആയിരുന്നു ഈ ഭാഗം. അപ്പോൾ ഇവിടെ അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ എന്നിവരെയാണ് ആ മധ്യഭാഗത്തായിട്ട് റഫേൽ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ആ പച്ച റോബെടുത്ത ആള് സോക്രട്ടീസ്. അങ്ങനെ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് ഫിലോസഫേഴ്സിനെയാണ്. ഫിലോസഫിയുടെ വിജയം എന്നുള്ളതാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ഗ്രീക്ക് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന പല ഫിലോസഫേഴ്സിനെയും ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് റഫേലിൻ്റെ പ്രശസ്തമായ സ്കൂൾ ഓഫ് ഏതൻസ്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് സിസ്റ്റൈൻ ചാപ്പൽ ആ ഭാഗത്തേക്കാണ്. ഈ വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ മറ്റൊരു സെക്ഷനാണ് സിസ്റ്റൈൻ ചാപ്പൽ. പക്ഷെ അവിടെ നമുക്ക് വീഡിയോഗ്രാഫി പെർമിറ്റഡ് അല്ല. അതുകൊണ്ട് ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത കാഴ്ചകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.